പ്രിയ സ്നേഹിതരെ, മയിൽ എന്ന മനോഹരമായ പക്ഷിയും മാങ്ങ എന്ന മധുരമുള്ള ഫലവും ബലത്തിൻ്റെ പ്രതീകമെന്ന നിലയിൽ പുലി എന്ന മൃഗവും നമ്മുടെ ഭാരതദേശത്തിൻ്റെ ചില പ്രത്യേക വിശേഷതകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് മയിൽ ദേശീയ പക്ഷിയാണ്, മാങ്ങ ദേശീയ ഫലമാണ്, പുലി ദേശീയ മൃഗമാണ്. ഇതേപോലെ കേരള സംസ്ഥാനത്തിനും ഈ മൂന്ന് വിശേഷതയുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്നറിയാമോ? കേരള സംസ്ഥാനത്തിൻ്റെ പക്ഷിയാണ് വേഴാമ്പല്, കേരള സംസ്ഥാനത്തിൻ്റെ മൃഗമാണ് ആന, കേരള സംസ്ഥാനത്തിൻ്റെ ഫലമാണ് ചക്ക. ഈ അടുത്ത കാലത്ത് ചക്കയെക്കുറിച്ച് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ അനേക കാര്യങ്ങൾ വന്നു. ഇതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചും പോഷക ഗുണത്തെക്കുറിച്ചും ഇതിൻ്റെ പല രോഗത്തിൻ്റെ പ്രതിവിധിയായിട്ടും പല രോഗങ്ങൾ വരുന്നതിന് തടയാൻ തക്ക കഴിവ് ഈ ചക്കപ്പഴത്തിനകത്തെ ഗുണങ്ങളിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേരള സംസ്ഥാനം വളരെ പ്രാധാന്യം ഈ ചക്കപ്പഴത്തിന് കൊടുക്കാനിടയായി. ഇനി ചക്കപ്പഴം മാത്രമല്ല, ചക്കക്കുരു, ചക്കയുടെ ചവണി, ചക്കയുടെ പുറന്തോട്, ഇങ്ങനെ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് നാം അറിയുന്നത് വളരെ അടുത്ത കാലത്താണ്. എന്നാൽ പണ്ടൊക്കെ ചക്ക എത്ര പ്ലാവിൽ കിടന്നാലും അത് വീണ് കഴിയുമ്പോൾ, വെട്ടിയിട്ട് കഴിയുമ്പോൾ കുറേ നമ്മൾ തിന്നു, ബാക്കിയെടുത്ത് പശുവിനും മറ്റു മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുക പതിവായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ചക്കയ്ക്ക് വിലയായി, ചക്കയ്ക്ക് പ്രാധാന്യമായി. നമ്മുടെ വീടുകളിൽ പ്ലാവ് ഉണ്ടെങ്കിൽ ആ പ്ലാവിൽ കായ്ക്കുന്ന ചക്ക പഴുക്കുന്നതിന് മുൻപ് തന്നെ ഇത് വാങ്ങിക്കുവാൻ ആളുകളുമായി. ഇന്ന് ചക്കയ്ക്ക് നല്ല വിലയുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു ചക്ക അതിൻ്റെ മരമായ പ്ലാവേൽ കായ്ച്ചു വരാനായിട്ട് എത്രയോ വർഷങ്ങൾ എടുക്കുന്നു. ഒരു പ്ലാവിൻ തൈ വളർന്നു വന്ന് അതിൽ ചക്ക ഉണ്ടാകാനായിട്ട്. എന്നാൽ ഈ പ്ലാവിൻ തൈ വളർന്നു വരാൻ വേണ്ടി ഒരു ചക്കക്കുരു ആവശ്യമാണ്. ഈ ചക്കക്കുരു മണ്ണിൽ വീണ് കിടന്നാൽ, ആ മണ്ണിൽ വീണ് കിടന്ന് അതിന് നനവ് കിട്ടുമ്പോൾ അത് കിളിച്ചു വരികയും ആ കിളിപ്പിലൂടെ വളർന്നു വരുന്ന ചെടിയാണ് പിന്നീട് ഒരു വലിയൊരു മരമായി, പ്ലാവായി, അതിൽ അനേകം ചക്ക കായ്ക്കാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഞാൻ എന്തിനത് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നു ചോദിച്ചാൽ, ഒരു ചക്കക്കുരു നമ്മൾ എടുത്ത് നോക്കിയാൽ ഈ ചക്കക്കുരുവിനകത്ത് നിന്ന് ഉണ്ടായി വരുന്ന ഒരു കിളിർപ്പ്, അതൊരു ചെടി, അത് ഇത്രയും വലിയൊരു മരമാകാനുള്ള ശേഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ചക്കക്കുരുവിന് അത് ഇത്രയും കഴിവുണ്ട് എന്നുള്ളത്. എന്നാൽ ദൈവം ഒരു വൃക്ഷം ഉണ്ടായി വരണമെങ്കിൽ അതിനൊരു ചക്കക്കുരു ആവശ്യമാണെന്നും ആ ചക്കക്കുരുവിനകത്ത് ഒരു വൃക്ഷമായി ഭാവി കാലത്ത് വളർന്നു വരാൻ വേണ്ടിയുള്ള ആദ്യത്തെ സ്രോതസ്, ഊർജം, അതിൻ്റെ പുഷ്ടി, അതിൻ്റെ പ്രത്യേകതകൾ ഈ ചക്കക്കുരുവിനകത്ത് ദൈവം നിക്ഷേപിച്ചത് കൊണ്ടാണ് ഇത് അനുയോജ്യമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വന്നപ്പോൾ ഈ ചക്കക്കുരു വളർന്നു വരാനും അത് വലിയൊരു മരമായി തീരാനും അതിൽ അനേകം ചക്കകൾ, ആ ചക്കകൾക്കകത്തെല്ലാം അനേകം ചക്കക്കുരു ഇങ്ങനെ ഉണ്ടായി വരാനൊക്കെ ഇടയായത്. നാം ഓരോരുത്തരും ചിന്തിക്കണം, ഇങ്ങനെ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് പഠിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പല പാഠങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. ഒരു ചക്കക്കുരുവിനകത്ത് ഒന്നും നമുക്ക് പ്രത്യേകതയായി തോന്നിയില്ല എങ്കിലും അനുകൂലമായ സാഹചര്യത്തിൽ ഈ ചക്കക്കുരുവിന് വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഉള്ള ആരംഭം ഇടാൻ കഴിയും. ഇതേപോലെ നമ്മളെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയപ്പോൾ എന്തെല്ലാമോ നേടിയെടുക്കുവാനും എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഒരു കഴിവുമില്ല, എന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ല എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നാം ഇന്ന് പറയണം, ദൈവം എൻ്റെ ഉള്ളിൽ ചില പ്രത്യേക കഴിവുകൾ തന്നിട്ടുണ്ട്. ദൈവം എൻ്റെ ഉള്ളിൽ വളരെ സ്നേഹത്തോടെ, വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ ദൈവം എൻ്റെ ഉള്ളിൽ ചില പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. അതിലൊന്നാണ് സ്നേഹം.
കാരണം ദൈവം സ്നേഹമാകുന്നത് കൊണ്ട് സ്നേഹനിധിയായ ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവിക സ്വഭാവമായ സ്നേഹം തന്നു. ഇനി ദൈവം വെളിച്ചമാകുന്നു, ഇരുള് ഒട്ടും ദൈവത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ നന്മ അല്ലെങ്കിൽ വെളിച്ചമായ നന്മ ദൈവിക സ്വഭാവമായതുകൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചു. ആ രണ്ട് കാര്യം മാത്രം ഒന്നെടുത്താൽ ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹവും ദൈവികമായ ഒരു സ്വഭാവമാണ് നന്മ എന്നുള്ളത് രണ്ടും നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നുവെങ്കിൽ നാം അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു? അനുകൂലമായ സാഹചര്യങ്ങൾ കൂടെ ദൈവം ഒരുക്കി തരുന്നുണ്ട്. എങ്ങനെയാണോ ചക്കക്കുരു കായ്ച്ചു വരുമ്പോൾ അത് വലിയ വൃക്ഷമാകാൻ ഇടയാകുന്നത്, അതേപോലെ ഈ സ്നേഹവും നന്മയും നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരുവാനും അത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനും ഇടയാകുന്നതിന് വേണ്ടി അനുകൂലമായ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം അറിയുന്നു എങ്കിൽ അത് എടുത്ത് ഉപയോഗിക്കുവാൻ, പ്രയോജനം ചെയ്യുവാനൊക്കെ നമുക്കിടയാകും. വരും ദിവസങ്ങൾ കൂടുതൽ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.